കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കരാറില്ലാതെ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകി. GCDAക്ക് കായിക വകുപ്പ് നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്തുവന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ അതെങ്ങനെയാണ്? ഭവ്യ, സ്പോൺസർക്ക് സ്റ്റേഡിയം കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കായിക മന്ത്രി GCDAക്ക് എഴുതിയ കത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. ഇതുവരെയും അതായത് കരാറുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കെ, അത്തരം സംശയങ്ങൾ നിലനിൽക്കെ, ഇത്തരം കാര്യങ്ങളിൽ യാതൊരു വ്യക്തത വരാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഏത് സാഹചര്യത്തിലായിരുന്നു ഈ സ്പോൺസർക്ക് കരാർ നൽകിയിരുന്നത്, അല്ലെ സ്പോൺസറെ സ്റ്റേഡിയം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതിനുള്ള ഒരു വ്യക്തത വരികയാണ്. ഈ കായിക മന്ത്രി GCDAക്ക് അതായത് കരാർ ഇവരുമായി സ്പോൺസറുമായി കരാർ ഉണ്ടാക്കണമെന്നും അതുപോലെ സ്റ്റേഡിയം സ്പോൺസർക്ക് നിർമ്മാണത്തിനായി കൈമാറണം എന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള കത്താണ് പുറത്തായിരിക്കുന്നത്. എന്തായാലും ഇതുവരെ കരാറിന്റെ കാര്യങ്ങൾ, അതായത് അതിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും കരാറിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല, കരാറായിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ, അതായത് ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായത്, ഏത് സാഹചര്യത്തിലായിരുന്നു സ്പോൺസർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾ ലഭിച്ചത്, അതായത് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾ സ്പോൺസർക്ക് എങ്ങനെ ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉത്തരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടുകൂടി വ്യക്തമാകുന്നത്. അങ്ങനെയാണ്. എന്തായാലും GCDAക്ക് കായിക മന്ത്രി തന്നെയാണ് നിർദ്ദേശം നൽകിയിരുന്നത്. നിരവധി തവണയായി കോൺഗ്രസ് ആയാലും മറ്റു പ്രതിഷേധങ്ങൾക്കിടയിലും ഒക്കെ നിരവധി തവണയായി ആവശ്യപ്പെടുന്നത് സർക്കാരാണോ അതല്ലെങ്കിൽ കായിക മന്ത്രിയാണോ, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് മുഖ്യമന്ത്രിയാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സ്റ്റേഡിയം നിർമ്മാണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതല്ലാതെ അതുമായി ബന്ധപ്പെട്ട കരാർ എന്താണ്, അല്ലെങ്കിൽ 70 കോടിയുടെ കരാർ സ്പോൺസർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന്റെ ബ്രേക്കപ്പ് എന്താണ്, അത് ഏത് തരത്തിലാണ് അക്കൗണ്ടബിൾ ആകുന്നത്, അതല്ലെങ്കിൽ ഇതിന്റെ എസ്റ്റിമേറ്റിന്റെ വിശദാംശങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഈ നിമിഷം വരെയും അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതായത് 125 കോടി രൂപ ചെലവഴിച്ച ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവർക്ക് ഏത് സാഹചര്യത്തിലായിരുന്നു 70 കോടി രൂപ തനിക്ക് ചിലവായി, അല്ലെങ്കിൽ 70 കോടി രൂപ ചെലവാക്കിയാണ് സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് സ്പോൺസർ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിന്റെ ബ്രേക്കപ്പ് എന്താണ്, അത്തരം കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ചെലവഴിക്കുന്നത്, അതിന് എസ്റ്റിമേറ്റിന്റെ ഒരു വിശദാംശങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരം സാഹചര്യങ്ങൾ ഇങ്ങനെ ദുരൂഹമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് അത്തരം സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ സ്പോൺസർക്ക് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയിരുന്നത്, അല്ലെങ്കിൽ അനുമതി ലഭിച്ചിരുന്നത്, സ്പോൺസർ ഏത് സാഹചര്യത്തിലാണ് സ്റ്റേഡിയം സ്വന്തം ചിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഏറ്റെടുത്തത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വരുന്ന ഒരു സാഹചര്യമാണ്. കായിക മന്ത്രി GCDAക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കണം, അതുമായി ബന്ധപ്പെട്ട കരാറുകൾ ഉണ്ടാക്കണം എന്നാണ്. അതായത് കരാർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമാണ്. ഈ നിർദ്ദേശം, അതായത് കത്തിൽ GCDAക്ക് കായിക മന്ത്രി അയച്ചിരിക്കുന്ന കത്തിൽ ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് നൽകണം എന്നുള്ള നിർദ്ദേശം ഉണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ.